നമസ്കാരം സാർ. നമസ്കാരം. 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 യെസ് സാർ, യെസ് സാർ. ഹൗ ആർ യു? ഫൈൻ ഫൈൻ. സാർ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ പ്രോപ്പർ കാലിക്കറ്റ് വടകരയാണ്. കാലിക്കറ്റ് വടകര. ഓക്കെ ഓക്കെ അതെ. ഓക്കെ. ഇപ്പൊ നമുക്ക് വൈകിയായിരുന്നു. ഇന്ന് ബില്ലിംഗ് കളക്ട് ചെയ്യണം. സോഫ്റ്റ്വെയറിന്റെ വർക്ക് ഉണ്ടോ ഇപ്പൊ നമുക്ക്? ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഞാൻ ചെയ്തായിരുന്നു, ഫ്രീലാൻസ് ആയിട്ട് ചെയ്തായിരുന്നു. ആ. ബിസിനസ് കെയർ, ടാസ്ക് വൺ, കാലിക്കറ്റിലെ ടാസ്ക് വൺ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ഉണ്ട് ഉണ്ട്. ആ. അവിടെ. പക്ഷെ അതത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല. നമ്മൾ ചെറിയ ചെറിയ ഷോപ്പുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഹാർഡ്വെയർ സപ്ലൈ ചെയ്യുമായിരുന്നു. പ്രിന്ററും ഹാർഡ്വെയർ ഉണ്ടായിരുന്നു അല്ലേ? പ്രിന്ററും പിന്നെ യൂസ്ഡ് പി സി വേണേ യൂസ്ഡ് പി സി, ഇനി ഫ്രഷ് വേണേ ഫ്രഷ്. ആ ശരി. പുറത്തുനിന്ന് ഡെസ്ക്ടോപ്പ് വർക്ക് സ്റ്റേഷനൊക്കെ പുറത്തുനിന്ന് ഇറക്കുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ സോഫ്റ്റ്വെയർ ഏതായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ? ഉപയോഗിച്ചുകൊണ്ടിരുന്നതോ? അന്ന് കൊടുത്തോണ്ടിരുന്ന സോഫ്റ്റ്വെയർ ഏതായിരുന്നു? അന്ന് കൊടുത്തോണ്ട് ബിസിനസ് കെയർ. ബിസിനസ് കെയർ. ബിസിനസ് കെയർ. ഓക്കെ. ഇപ്പൊ നമുക്ക് നിലവില് ഓഡിയൻസ് ഏത് ടൈപ്പ് ഒക്കെ ഓഡിയൻസാ ഉള്ളേ? നിലവില് എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു സാറിനോട്, ഞാൻ വിദേശത്തായിരുന്നു. ഓക്കെ. ഞാൻ 2021 അബുദാബിയില്. അബുദാബി. ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. ആ, അബുദാബിയിലുണ്ടായിരുന്നു, റുവൈസിലുണ്ടായിരുന്നു, മസാബ് ബുഹാസ. നമ്മുടെ ജംബോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഡിസ്കവറിയിലൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്കവറി. ഓക്കെ ഓക്കെ. അവര് മറ്റേ പാജിമാരുടെ അപ്പൊ ഞാൻ ആ കൊറോണ സമയത്ത് തിരിച്ചു വന്നതാണ് നാട്ടില് നിൽക്കാന്നുള്ളതില്. കുറച്ചു കാലം ഫാമിലി അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഫാമിലി നാട്ടിലാക്കി. അപ്പോ ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്യാൻ നാട്ടിൽ വന്ന സമയത്ത് എന്ത് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. കാരണം ഞാൻ വരുമ്പോ ഇവിടെ കൊറോണയിൽ 2ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയെല്ലാം തോന്നിയോണ്ട് അവിടെ ഒരു ബ്രേക്ക് കിട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് നമ്മളൊരു പാർട്ണർഷിപ്പ്, ഒരു ഷോപ്പ് ഉണ്ട് കോഴിക്കോട്. അത് ഒരു ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരു സൈലന്റ് പാർട്ണർഷിപ്പ് കൂടിയതാണ്. അത് പെങ്ങളെ ഭർത്താവാണ്. അങ്ങനെ പുള്ളി അത്യാവശ്യം പുള്ളിക്ക് ആളെ വേണം, കുറച്ചൊന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ കുറച്ചു കാലം അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇപ്പം പെട്ടെന്നൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ്, ഞാൻ സാറിന് അയക്കാം, അതിന്റെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസിൽ അയക്കാം. ഇലക്ട്രോണിക്സ്, മൊബൈല്, ഹോം അപ്ലയൻസസ്, ഇതിന്റെയൊക്കെ സെയിൽസ് ആൻഡ് സർവീസ്. പിന്നെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, പ്രൊഡക്റ്റിന്റെ ഇൻവെർട്ടർ. അത് ഞങ്ങൾക്ക് 2009 മുതലുള്ള ഒരു സംഭവമായിരുന്നു. ഇടയിൽ ഗൾഫ് പോയപ്പോ സ്റ്റോപ്പ് ചെയ്തു. ഡിമാൻഡ് ഇനി വരുന്ന ഒരു സീസൺ ഡിമാൻഡ് ആണല്ലോ. പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡ്. അതെ. അത് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മേഖലയാണത്. പിന്നെ കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ 2009 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കംപ്ലൈന്റ്സുകൾ ഉണ്ടായിരുന്നു ബോർഡിലൊക്കെ. ഇപ്പം ആ ഫീഡ്ബാക്കിൽ നിന്നും ആ കംപ്ലൈന്റ്സ് ഒക്കെ പരിഹരിച്ച് ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ്സ് ഇല്ല. എന്ന് വെച്ചാൽ ആ റെഗുലർലി ആ ബാറ്ററിയിലുള്ള വെള്ളം ഒന്ന് അവര് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് വരുന്നുണ്ട്. ഇപ്പം ഒരുവിധം എല്ലാ കമ്പനികളും നല്ല ബോർഡ് തന്നെ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ബോർഡാണ്. അതെ. അപ്പൊ അതൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന നല്ലത്. അത് മാത്രല്ല, ഇപ്പൊ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ. അതെ, കോഴിക്കോട് സ്ഥലമല്ലേ വിളിക്കുന്നത്? കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം പഴയ കോഴിക്കോടല്ലേ, ഇപ്പൊ ഭയങ്കര ഡെവലപ്ഡാ. ഇപ്പൊ അതിനല്ല ഹൈവേ ഒക്കെ വന്നത് കാരണം ഒരുപാട് ഡെവലപ്മെന്റ് ഇനി കയറി വരും. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ബേസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി പോലും ഇല്ല. വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പേര് സെനോ എന്നാ കമ്പനിയുടെ പേര്. എക്സി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഒന്നും ഇല്ല അവർക്ക്. അതിങ്ങനെ മൗത്ത് ടു മൗത്ത് ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ വലിയൊരു അല്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ സ്ഥാപനം കേർക്കാട്ട് എന്നാണ് ഞങ്ങൾ പേര് ഉദ്ദേശിച്ചിരിക്കുന്നത്. കേർക്കാട്ട് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്സും കേർക്കാട്ട് സെയിൽസും സർവീസും ആണ് ആ ഒരു പിന്നെ ഈ പേരിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ എനിക്ക് അവിടത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ വേണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ എനിക്ക് എന്റെ പേഴ്സണൽ, അതായത് എന്റെ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണമല്ലോ. അപ്പോഴും ഞാൻ സത്യം പറയുന്നത് ഞാൻ വ്യാപാരം നോക്കിയിരുന്നു. അതിനകത്ത് എനിക്ക് കിട്ടാത്ത ഒരുപാട് സംഭവങ്ങൾ വന്നു. കാരണം അത് ക്ലൗഡ് ബേസ്ഡ് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പൊ അത് കസ്റ്റമേഴ്സിന് നമ്മൾ ആ സെക്യൂരിറ്റി സംഭവം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയിരുന്നു ഒരു സ്മാർട്ട്
എല്ലാം വെബ് ബേസ്ഡ് ആണ് കണ്ടിരുന്നതൊക്കെ. പിന്നെ നമ്മൾ ടാലിയിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ കസ്റ്റമേഴ്സിൽ നിന്ന് ആർക്കും എനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത റേറ്റ് ആണ് അവരെ. ടാലി ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതാണ് മെയിൻ പഴയ സോഫ്റ്റ്വെയർ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 10 വർഷത്തിനടുത്തായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണേ, എനിക്കറിയത്തില്ല ടാലി. അതല്ല, ടാലി 2002 എന്താണോ ഇന്റർഫേസ് അത് തന്നെ ഇപ്പോഴും പഴയ ടാലി മാർഗ് അങ്ങനെയുള്ള കുറെ സോഫ്റ്റ്വെയർ. അത് എന്താ പ്രശ്നം എന്നറിയാവോ? നമ്മൾ കാണുമ്പോ ഇന്റർഫേസ് ഒരുമാതിരി പഴയ ഫോണ്ടും പഴയ സ്റ്റൈലും. അതെന്താ പ്രശ്നം എന്നറിയാവോ? ഇവര് ഡേറ്റാബേസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഡേറ്റാബേസിനകത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ SQL ഡേറ്റാബേസാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണ്, സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനി ഉണ്ടാക്കി തന്നിരിക്കണം. അപ്ഡേറ്റഡ് ആണ്, നമുക്ക് ഇഷ്ടം പോലെ അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പണി അതിനകത്ത് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ്, ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതിലോട്ട് കയറുന്നത്. ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് വീഡിയോ കണ്ടിട്ട്. അപ്പൊ എനിക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്കത് ഇത് ഡെമോ ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ എനിക്കത് ഇതാവും തോന്നി. പിന്നെയാണ് ഈ റീസെൽ ബിസിനസ്സിലേക്ക് എത്തുന്നത്. അപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യും കേട്ടോ. റീസെലർ ലോക്കലി നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുള്ള ഹെവി ആയിട്ടുള്ള റിസൾട്ട് ആണ് ഉണ്ടാകുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ ബ്രോഷർ ഉണ്ടാക്കണം. ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ നമ്മള് ചുമ്മാ സോഫ്റ്റ്വെയർ മാത്രമല്ല കൊടുക്കണ്ടേ, അതിന്റെ കൂടെ തെർമൽ പ്രിന്റർ, ബാർകോഡ് പ്രിന്റർ, പേപ്പർ റോള്, സ്റ്റിക്കർ റോള് ഫുൾ ആയിട്ട് കൊടുക്കണം. ഇപ്പൊ വലിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവര് ഒരു ദിവസം ഒന്ന് ട്രെയിനിങ് കൂടെ കൊടുക്കണം. പൈസ മേടിച്ചാലും കുഴപ്പമില്ല, ചിലപ്പോൾ 2000-5000 നമുക്ക് എക്സ്ട്രാ മേടിക്കാം. നമ്മൾ ഒരു ദിവസം ആരെങ്കിലും നിർത്തി ഒന്ന് ഇവർക്ക് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ലോക്കൽ വിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല സൂപ്പർ മാർക്കറ്റിനൊക്കെ ഒരു 35,000 ലൈസൻസ് വിൽക്കാവുള്ളൂ. 35,000 മിനിമം. നിലവില് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പാർട്ണർഷിപ്പിൽ, എന്റെ അനുജന്. അവിടെ സെനവാ യൂസ് ചെയ്യുന്നത് അവര്. അതൊക്കെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് കംപ്ലീറ്റ് കോഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ S, കൺട്രോൾ D, ഇങ്ങനെ കണ്ട കോഡുകളാണ്. അപ്പൊ അത് അതെ അല്ലെ. കാരണം നമ്മൾ 2 സെയിൽ പാനൽ ഇട്ടുണ്ട് ഇതിനകത്ത്. ഒന്ന് നോർമൽ ആയിട്ടുള്ള ഇന്റർഫേസും അതുകൂടാണ്ട് ഈ ഇമേജുകൾ വരുന്ന ഇന്റർഫേസ് ഉണ്ട്. പ്രൊഡക്റ്റിന്റെ ഇമേജ് അടക്കം വരെ. ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് ഒന്നുകൂടി ഈസിയാണത്. അതെ. അപ്പൊ ഈ സാധാരണക്കാരൊക്കെ ആകുമ്പോണ്ടല്ലോ, അവർക്ക് ഈ പ്രൊഡക്റ്റുകളുടെ ഇമേജുകൾ കാണുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. പ്രത്യേകിച്ചും നമ്മളെ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഞങ്ങൾ ഒരു അഷുറൻസ് ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ റീസെലർ പ്ലാനിൽ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് 1,14,000 രൂപയാണ്. ഞങ്ങൾ ബൈ റൈറ്റിംഗിൽ തരുന്നുണ്ട്. വിത്തിൻ എ 1 hour നിങ്ങൾക്ക് സപ്പോസ് സെയിൽസ് കിട്ടിയില്ല, ഞങ്ങൾ ഫുൾ പൈസ തിരിച്ചു തരും. 1 year അല്ലേ? 1 year. ഞാൻ കണ്ടായിരുന്നു അത്. എനിക്ക് സെയിൽസ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങൾക്ക്. പിന്നെ അത് തന്നെ ഞങ്ങൾ കുറെ ഞങ്ങളുടെ അടുക്കെ വരുന്ന ലീഡ്സുകൾ ഫോർവേഡ് ചെയ്യും. അപ്പൊ അത് ഞങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കും. മനസ്സിലായി? ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടംപോലെ ലീഡ്സ് വരും ഈ മലബാർ സൈഡിൽ നിന്നും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി കോൾ സെന്ററും കസ്റ്റമറെ ഫീഡ്ബാക്ക് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ സ്റ്റാഫുകൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇൻ കേസ് ഒരു AC സർവീസ് നമ്മുടെ അടുത്ത് വന്നപ്പോ അതിന്റെ ടെക്നീഷ്യൻ പോയോ ഇല്ലയോ, അതൊക്കെ ഒരു ടീം വർക്ക് ചെയ്യും എന്തായാലും. അപ്പൊ ആ ടീമിനെ കൂടെ ഒരാളെയും കൂടി ഇരുത്തിക്കൊണ്ട് ഈ നമുക്ക് ഇതിനായിട്ട് ഒരു ഇൻസ്റ്റാളേഷനും നമുക്കൊരു ഈ സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ, ഇനി ഇൻഫ്രാസ്ട്രക്ചർ, ഇനീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, IT ഇൻഫ്രാസ്ട്രക്ചർ വരെ നമ്മൾ ചെയ്തു കൊടുക്കും. കേബിളിംഗ്. അപ്പൊ ഒരു കട അവരെടുത്തു കഴിഞ്ഞാൽ അത് IT പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ചെയ്തു കൊടുക്കും. ഇനി നോക്ക്, നമുക്കിപ്പോ സോഫ്റ്റ്വെയർ ഞാൻ തരുക മാത്രമല്ല, നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നിരുന്നു, അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ എംപ്ലോയി ഇൻസ്റ്റലേഷൻ ചെയ്തോളും. ഇവിടുന്ന് NDSK ടീമുകളിൽ കണക്ട് ചെയ്ത് അവർ ഇൻസ്റ്റലേഷൻ ചെയ്തോളും. ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അവരോട് ട്രെയിനിങ് കൊടുത്തോളും. ലോക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഓൺലൈൻ ചെയ്തോളും. അതിന് പ്രത്യേക ടീമും ഉണ്ട്. നമ്മുടെ ശാന്തൻ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ 8-10 പേരുണ്ട്. അവർ ഓൺലി ഫോർ റീഇൻസ്റ്റലേഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്. അത് നമുക്കിപ്പോ നമ്മളെ സൈഡിൽ നിന്ന് ഇൻസ്റ്റാളേഷൻ കൊടുക്കാമല്ലോ അല്ലേ? അതെ. അല്ല, നിങ്ങൾ അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടായിരിക്കും. ബേസിക്കലി ഞാനൊരു IT ഡിപ്പാർട്ട്മെന്റിൽ, കാരണം എന്റെ ബേസിക്കലി ഞാനൊരു IT ടെക്നീഷ്യനാണ്, അഡ്മിൻ ആണ്. അപ്പൊ എനിക്ക് ആ ഒരു ഇൻസ്റ്റാളേഷൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഞാൻ
വെക്കുന്ന സ്റ്റാഫിന് ഒരു പക്ഷേ പറ്റാണ്ട് വരും. പറ്റാണ്ട് വരും. അപ്പൊ അവർക്കൊക്കെ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വേറെ വലിയ ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ശരിയാക്കാം. ഡോണ്ട് വറി. കമ്പനിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചോ? കോൺഫിഡന്റ് ഉണ്ട്. ഞാൻ അതില് സാറിനോട് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ നമ്മള് ഞാനൊരു ലോഗോ കെയർകാർട്ട് എന്നാണ് എന്റെ കമ്പനീന്റെ പേരെങ്കിലും സോഫ്റ്റ്വെയർ ഞാൻ വേറൊരു പേര് ആഡാക്കും ഉദ്ദേശിക്കുന്നത്. ആ പേര് പക്ഷെ നമ്മൾ അടിയിൽ പവർഡ് ബൈ കെയർകാർട്ട് എന്നുണ്ടാവും. അതെ അതെ, ഇപ്പൊ റീറ്റെയിൽ ഡാഡി റെയിൻടെക് സോഫ്റ്റ്വെയർ എന്ന് കാണുന്നു. അപ്പൊ അതിന് ലോഗോയുടെ സൈസ് പേരാണെങ്കിലോ പെട്ടെന്ന് റീച്ച് ആവും. അതെ അതെ അതെ, അങ്ങനെ ഒരു ഇതോടെയുണ്ട്. അതില് ലോഗോയുടെ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഡയമെൻഷൻ 512x512 സൈസ് വേണം. പിക്സൽ 112x112. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നോളാം. അയച്ചാൽ മതി. 2 ലോഗോ വേണം, എഴുതി അയച്ചു തരാം. ലോഗോ, പിന്നെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ പിക്ചർ ഇല്ലേ ഇൻഫിക്സിന്റെ, അതും അത് ഏതാ സൈസ് അയച്ചു തരാം. സാറ് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാല് ഞാൻ അതും കൂടെ ചെയ്യാം. ഞാൻ ഏകദേശം പ്ലാൻ ചെയ്തിരിക്കുന്നത് മൺഡേ ഓർ ട്യൂസ്ഡേ ആണ്. ഞാനത് സാറ്റർഡേ സാറിന് അറിയിക്കും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു എന്റെ വിസിറ്റ് വരുന്നുണ്ടെങ്കിൽ. അതാണ് കുറച്ചുകൂടെ ബിസിനസ് ഒന്ന് ബോണ്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ലതാണ്. ട്രെയിനിങ്ങോ മറ്റു സ്റ്റാഫിനെ കാണാം. കാരണം ഈ ഇടയിൽ ഒരുപക്ഷെ ഞാൻ ആർഗ്യൂ ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അപ്പൊ അവരത് കാണാം. എല്ലാരും പരിചയപ്പെടാം. അപ്പൊ തീർച്ചയായിട്ടും എത്തിക്കുന്നത്. ശനിയാഴ്ച വരുന്നുണ്ടോ? അല്ല, ശനിയാഴ്ചയാണ് ഞാൻ അറിയിക്കാം. മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ? ഞാൻ ശനിയാഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്യും. ശനിയാഴ്ച ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. എങ്ങനെ വരുന്നത്? ഞാൻ ട്രെയിനിന് വരാന്ന് വിചാരിക്കുന്നത്. വന്ദേ ഭാരതിന് വന്നാലും മതിയല്ലോ. അതെ അതെ, പെട്ടെന്ന് എത്താം. അതെ അതെ. അവിടെ വരുമ്പോ നമുക്ക് വന്ദേ ഭാരതിന് എനിക്ക് തോന്നുന്നത് എറണാകുളത്തായിരിക്കും സ്റ്റോപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോപ്പ് അല്ലേ? എറണാകുളം കഴിഞ്ഞ പിന്നെ കോട്ടയം ഉള്ളതെന്ന് എനിക്ക് സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയത്. അവിടുത്തെ ഊബർ കിട്ടില്ല? അവിടുന്ന് ഊബർ കിട്ടും. പിന്നെ അവിടുന്ന് ഊബർ, എറണാകുളത്ത് എപ്പോഴും ഊബറും ഇതൊക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഊബർ കിട്ടും. പിന്നെ യാതൊരു പ്രശ്നമില്ല. എറണാകുളത്ത് നിന്ന് ഒത്തിരി ദൂരം ഉണ്ടോ കോട്ടയത്ത്? ഈ ഒരു പ്ലേസിലേക്ക് 32 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. സൗത്തിൽ 32 കിലോമീറ്റർ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഏതായാലും നമുക്ക് നേരിട്ട് കാണാം. ഓ ശരി, താങ്ക് യു. താങ്ക് യു. ശരി.